ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 3 ഒന്നല്ലി നാം. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉള്ളത്. കടമനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നിങ്ങൾ ഓർക്കുക എന്ന അധ്യായത്തിൽ പഠിക്കാനുള്ളത്. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന ഭാഗത്ത് നൽകിയിരിക്കുന്നത്. മലാല യൂസഫ്സായിയുടെ മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് സ്വപ്നച്ചിറകിൽ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. മലാല യൂസഫ്സായിയുടെ പ്രസംഗം ഡോക്ടർ ശുഭ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഈ അധ്യായമായി നൽകിയിരിക്കുന്നത്. നമുക്കിന്ന് നിങ്ങൾ ഓർക്കുക എന്ന കവിതാഭാഗം പഠിക്കാം. ഈ കവിതയുടെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. യൂണിറ്റിൻ്റെ ആമുഖമായി നാരായണന്റെ കൊച്ചരേത്തി എന്ന നോവലിൽ നിന്നുള്ള കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നും അധ്വാനികളാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ്. 100% മലയുടെ മക്കൾ, മലയുടെ അരജന്മാർ. ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം, മനമയക്കുന്ന ചതിനിറഞ്ഞ വാചക ശൈലിയില്ലായിരിക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങളുണ്ട്. നോക്കൂ, എന്താണ് നാരായൺ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. കാടിൻ്റെ മക്കളായ ജനങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? അവർ കാടുമായി ഇടപഴകി പ്രകൃതിയുമായി ചേർന്ന് ആണ് അവർ ജീവിക്കുന്നത്, അല്ലേ? അവരുടെ ഉപജീവന മാർഗവും കാടുമായി ബന്ധപ്പെട്ടതും മണ്ണുമായി ബന്ധപ്പെട്ടതും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് പുറമോടികളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഫാഷനുള്ള വസ്ത്രധാരണമോ അല്ലെങ്കിൽ പുതിയ പുതിയ ആടയാഭരണങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. അവരെ കാണാനും തീർത്തും സാധാരണക്കാരായ ജനങ്ങളെ പോലെയാണ് ഉണ്ടാവുക. അവരുടെ ശരീരത്തെയോ വസ്ത്രത്തെയോ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. മണ്ണുമായി ഇടപഴകി മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ദേഹത്ത് എപ്പോഴും മണ്ണിൻ്റെയും ചേറിൻ്റെയും ഒക്കെ മണവും അടയാളങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ജനങ്ങളെ നഗരവാസികളായ ആൾക്കാർ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അപരിഷ്കൃതർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം നഗരവാസികൾ വിശ്വസിക്കുന്നത് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലും അവരുപയോഗിക്കുന്ന വസ്തുക്കളിലുമാണ് പരിഷ്കാരം കുടികൊള്ളുന്നത് എന്നാണ്. അവർക്കു മാത്രമേ സംസ്കാരവും അവർക്കു മാത്രമേ പരിഷ്കാരവും മോടിയും ഉള്ളൂ എന്ന് അവർ കരുതുന്നു. പക്ഷേ അങ്ങനെയുള്ളവരെ പരിഹസിക്കുകയാണ് നാരായൺ. കാരണം ഓരോ ജനസമൂഹത്തിനും അവരവരുടേതായ ജീവിത രീതികളുണ്ട്. നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ളതുപോലെ തന്നെ കാട്ടിലും ഗ്രാമങ്ങളിലും ജീവിക്കുന്നവർക്കും അവരവരുടേതായ ജീവിത രീതികളും സമ്പ്രദായങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ നോക്കി അപരിഷ്കൃതം എന്ന് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരുപക്ഷെ നഗരവാസികളെ പോലെയല്ല ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും ഞങ്ങൾക്കും ഞങ്ങളുടേതായ മികച്ച ജീവിത സമ്പ്രദായങ്ങൾ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാരായൺ കൊച്ചരേത്തിയിലൂടെ. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഇത് കടമനിട്ട രാമകൃഷ്ണന്റെ ഒരു കവിതയാണ് കുറത്തി. അതിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ളത്. ഈ കവിതയ്ക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാം. അതായത്
നാട്ടുവാസികളായ മനുഷ്യർ കാടിന്റെ മക്കളെ കാണുന്നത് അപരിഷ്കൃതരായ ഒരു വിഭാഗമായിട്ടാണ്. അവരുടെ ജീവന് അവർ തീർത്തും തുച്ഛമായ വിലയാണ് കൽപ്പിക്കുന്നത്. അവരെ പ്രധാനപ്പെട്ട മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തികളായിട്ടോ നാട്ടുവാസികളായ മനുഷ്യരും അധികാരികളും കാണുന്നില്ല. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ടും വറുതി കൊണ്ടും മരിക്കുന്നു. അവരുടെ ഗർഭിണികൾ പോഷകാഹാര കുറവുകൾ കാരണം വലയുന്നു. അവരുടെ ജീവിതം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോഴും അവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കാനും അവരുടെ ജനജീവിത കേന്ദ്രങ്ങൾ നശിപ്പിക്കാനും അവർ ഇടപഴകുന്ന പ്രകൃതിയെ നശിപ്പിക്കാനും മനുഷ്യൻ മുതിരുന്നുണ്ട്. ഒരു കാലത്ത് എല്ലാ മനുഷ്യരും കാടിന്റെ തന്നെ മക്കളായിരുന്നുവെന്നും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിച്ചതെന്നും മനുഷ്യൻ മറന്നുപോകുന്നു. അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരുടെ ഭൂതകാലം എന്തായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കവിത ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുവള്ളി കിഴങ്ങുമാന്തേ ചുട്ടു തന്നില്ലേ, ഞങ്ങൾ കാട്ടുചോല തെളിനീരു പകർന്നു തന്നില്ലേ, പിന്നെ പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ, ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ, പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ, വീണ്ടും വല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ, നിങ്ങളോർക്കുന്നോ. നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ, ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വച്ചില്ലേ, മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാലു നിറച്ചു തന്നില്ലേ, ഞങ്ങൾ മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ, പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുള വിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ, കതിരിൻ കാള കെട്ടി കാട്ടുദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ, ഞങ്ങൾ കന്നമെവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ടു മെലിഞ്ഞ പൈതങ്ങൾ, അവർ കന്നമെവിടെ നാണമെവിടെ അന്തി കൂടാൻ ചേക്കയെവിടെ അന്തി വെട്ടത്തിരി കൊളുത്താൻ എണ്ണയെവിടെ. കുറത്തി കടമ്മനിട്ട രാമകൃഷ്ണൻ. കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കാം. നോക്കുക, ഇതിനകത്ത് കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു കാലത്ത് എല്ലാ മനുഷ്യരും കാടിൻ്റെ തന്നെ സന്തതികളായിരുന്നു. കാടുമായി ബന്ധപ്പെട്ടും പ്രകൃതിയോട് ഇണങ്ങിയും കാട്ടുമരങ്ങളിൽ നിന്ന് ഫലമൂലാദികൾ ഭക്ഷിച്ചും കാട്ടുചോലയിൽ നിന്ന് വെള്ളം കുടിച്ചും
മരങ്ങളിലും ഗുഹകളിലും ഒക്കെ വീടുണ്ടാക്കി താമസിച്ചുമൊക്കെയാണ് മനുഷ്യൻ ജീവിച്ച് ഇന്നു കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യനും ആദിമകാലം മുതൽക്ക് തന്നെ മണിമാളികകളിൽ ജീവിച്ച് വന്നവരല്ല. എല്ലാവരും കാടിനെ ആശ്രയിച്ചും മണ്ണിനെ ആശ്രയിച്ചും പ്രകൃതിയെ ആശ്രയിച്ചുമാണ് ജീവിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു വിഭാഗം കാടുമായി വേർപെട്ട് നഗരത്തിൻ്റെ പരിഷ്കൃതിയിലേക്ക് പോവുകയും ഒരു വിഭാഗം ഇപ്പോഴും കാടുമായി ഇണങ്ങി കാടിന് തന്നെ മക്കളായി നിലകൊള്ളുകയും ചെയ്യുന്നു. നഗരപരിഷ്കൃതിയിലേക്ക് പോയവർ കാടിൻ്റെ മക്കളെ പുച്ഛിക്കുകയും അപരിഷ്കൃതർ എന്ന് വിളിച്ച് അപമാനിക്കുകയും അവരുടെ ജീവിതത്തെ തുച്ഛമായി കണ്ട് അവരെ ദ്രോഹിക്കുകയും അവരുടെ ജീവന് വില നൽകാതിരിക്കുകയും ചെയ്യുന്നു. അത്തരം തെറ്റായ പ്രവണതയോട് പ്രതികരിക്കുകയാണ് കവി. നോക്കൂ, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മനുഷ്യൻ അവൻ്റെ വികസനത്തിന് വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെയുള്ളപ്പോൾ അവിടെയുള്ള മരങ്ങളും ജീവജാലങ്ങളും മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരും അതിന് ഇരയാകുന്നുണ്ട്. അവരുടെ കൂടെ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ നിങ്ങളും അവരെ പോലെ ജീവിച്ചിരുന്നവരാണ്. എന്നിട്ട് കൂടിയും നിങ്ങൾ അവരെ അഗ്നിക്കിരയാക്കുകയും അവരുടെ കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുകയും അവരെ അനാഥരാക്കുകയും ചെയ്യുന്നു എന്ന് കടമ്മനിട്ട ചോദിക്കുന്നു. കാട്ടുവള്ളി കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ, ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ. എന്താണ്? പണ്ട് ആദിമനിവാസികളായിരുന്നപ്പോൾ സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തന്നു? അന്നവും വെള്ളവും തന്നവരാണ്. പിന്നെ പൂത്ത മാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതെ അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ. ഞങ്ങൾ കാട്ടുപോത്ത്, കരടി, കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ. പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ. എന്താണ്? നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ സഹോദരങ്ങളെ പോലെ കണ്ട് അന്നവും വെള്ളവും നൽകിയിരുന്നു. പിന്നെയോ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കാതെ ഞങ്ങൾ കാവൽ നിന്നു. ഞങ്ങൾ അവയുമായി പോരടിച്ച് മല്ലടിച്ച് ഞങ്ങൾ ജീവിച്ചു. നിങ്ങളെ ആക്രമിക്കാൻ വന്ന മൃഗങ്ങളെ ഞങ്ങൾ നേരിട്ടു. പലപ്പോഴും ആ മൃഗങ്ങൾ ഞങ്ങളെ പല്ലുകളിൽ കോർത്തെടുത്തെങ്കിലും ഞങ്ങളിൽ പലരുടെയും ജീവിതം നഷ്ടമായെങ്കിലും ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ അവർക്ക് വിട്ടുകൊടുത്തില്ല. വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നോ? നിങ്ങൾക്ക് അപകടം വരാതിരിക്കാനായി വീണ്ടും വീണ്ടും ഞങ്ങൾ ആ വന്യമൃഗങ്ങളെ എതിർത്തില്ലേ. നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ. മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ. എന്തൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? ഞങ്ങളുടെ ഒരായുസ് കൊണ്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാട്ടുവിഭവങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി കാഴ്ചവെച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കാടിനെ സംരക്ഷിച്ചു. നിങ്ങൾക്ക് ആവശ്യമായ കാഴ്ചകളും തേനും പൂവും എല്ലാം ഞങ്ങൾ ശേഖരിച്ചു തന്നു. കാടിനെ നിങ്ങൾക്കു വേണ്ടി കൂടി ഞങ്ങൾ സംരക്ഷിച്ചു. മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാലു നിറച്ചു തന്നില്ലേ. ഞങ്ങൾ മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ. എന്തൊക്കെയാണ്? പണ്ട് ആദിമനിവാസികളായിരുന്നപ്പോൾ ഞങ്ങളാണ്, അതായത് അന്നത്തെ നിങ്ങളുടെ സഹോദരങ്ങളായിരുന്ന ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കൂടി ഈ കാടിനെ മെരുക്കിയത്. ആക്രമിക്കാൻ വന്ന മൃഗങ്ങളെ, മതിച്ച കൊമ്പനെ പോലെയുള്ള മൃഗങ്ങളെ ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കൂടി മെരുക്കിയത്. നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി, ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ നായ്ക്കളെ മെരുക്കി. പിന്നെ പശുക്കളെ വളർത്തുമൃഗങ്ങളാക്കി ഞങ്ങൾ പരിഷ്കരിച്ചു. അതിലൂടെ നിങ്ങൾക്ക് വീടിന് കാവലും ഭക്ഷിക്കാൻ പാലും ഞങ്ങൾ നൽകി. പോരാത്തതിന് നിങ്ങൾക്ക് നല്ല കൂരകൾ നിർമ്മിക്കാൻ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾക്ക് താമസിക്കാനുള്ള ഇടം ഞങ്ങൾ ഒരുക്കി തന്നു. പിന്നെ മലയൊരുക്കി ചെളി കലക്കി മുള വിതച്ച് പദമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ. കതിരിൻ കാള കെട്ടി കാട്ടുദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വേണ്ടി കൂടി കൃഷിയിടങ്ങൾ ഒരുക്കി പദം വരുത്തി അവയിൽ വിത്ത് വിതച്ച് വിളവെടുപ്പ് നടത്തി നിങ്ങൾക്ക് കൂടിയുള്ള അന്നം ഒരുക്കി തന്നവരാണ് ഞങ്ങൾ.
പോരാത്തതിന് ഈ വിളവെടുപ്പിന് ശേഷം പിന്നീട് നിങ്ങളുടെ ആചാരങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും കൂടി ഞങ്ങൾ കാവൽ നിന്നു. എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആചാരമാണ് കാളകെട്ട് എന്ന് പറയുന്നത്. ഈ കാളകെട്ട് എന്ന് പറയുന്നത് ഓച്ചിറ പോലെയുള്ള ക്ഷേത്രങ്ങളിലും മറ്റും നടത്തി വരുന്ന ഒരു ആചാരമാണ്. ഇതിൽ കാളകളുടെ തല മാത്രം സ്ഥിരമായി ഉണ്ടാക്കാറുണ്ട്. പിന്നീട് കാളയുടെ ഉടലുകൾ എന്ന് പറയുന്നത് വൈക്കോലുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു രൂപമുണ്ടാക്കിയിട്ട് തടിയും മറ്റും കൊണ്ട് രൂപമുണ്ടാക്കി അവയിൽ വൈക്കോലും മറ്റും നിറച്ച് അതിനു മുകളിൽ കാളയുടെ തല സ്ഥാപിച്ചാണ് കാളകെട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കാളകളെ പറയുന്നത് കെട്ടുകാളകൾ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾക്ക്, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് കൂടിയും കാവൽ നിന്നവരാണ് ഞങ്ങളെന്ന് കാട്ടുമക്കൾക്ക് വേണ്ടി കടമനിട്ട ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അന്നം എവിടെ, എവിടെ ഞങ്ങളുടെ കരിപുരണ്ട് മെലിഞ്ഞ പൈതങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി തന്ന ഞങ്ങൾ, ഞങ്ങൾക്കിന്ന് അന്നമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കരിപുരണ്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെളിയിലും മണ്ണിലുമൊക്കെ പണിയെടുക്കുന്ന, ശരിയായ വിദ്യാഭ്യാസവും ആഹാരവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കാതെ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് അന്നം എവിടെ? അവർക്ക് ആഹാരം പോലും കിട്ടുന്നില്ല. നാണം എവിടെ? അവർക്ക് മാനം മറയ്ക്കാനുള്ള വസ്ത്രം പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നു പോലുമില്ല. അന്തി കൂടാൻ ചേക്ക എവിടെ? ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ സുരക്ഷിതമായ വീടുകളില്ല, കിടപ്പാടമില്ല. അന്തിവെട്ട തിരി കൊളുത്താൻ എണ്ണ എവിടെ? ഞങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ എണ്ണയില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വീടിനകത്ത് ഏറ്റവും അത്യാവശ്യമായ വസ്തുവകകൾ പോലും എടുക്കാനില്ലാത്തവരാണ് ഞങ്ങൾ. കടുത്ത ദാരിദ്ര്യമാണിവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആഹാരമില്ല, വസ്ത്രമില്ല, കിടക്കാനിടമില്ല. അങ്ങനെ എവിടെയെങ്കിലും ചേക്കേറിയാൽ തന്നെയും അവിടെ വിളക്ക് കൊളുത്താനുള്ള എണ്ണ പോലും കൈവശമില്ലാത്തവരാണ് ഞങ്ങൾ. ഒരിക്കൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കിയവരാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഈ കഷ്ടത നിറഞ്ഞ അവസ്ഥയെക്കുറിച്ച് നഗരവാസികളായ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാടിൻ്റെ മക്കൾ ഒരു കാലത്ത് നഗരവാസികളായിട്ടുള്ള പരിഷ്കൃതരായ ജനതയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിലേക്ക് കടന്നു പോകാൻ അവർക്ക് വഴിയൊരുക്കിയവരാണ്. അങ്ങനെയുള്ള അവർ ചെയ്തു കൊടുത്ത ത്യാഗങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇന്ന് അപരിഷ്കൃതരാണല്ലോ ഈ കാട്ടുമക്കൾ എന്നു കരുതി അവരെ ഉപദ്രവിക്കുകയാണ് നഗരവാസികളായ ജനങ്ങളും അധികാരികളും എല്ലാം. അവരൊരിക്കലും കാട്ടുവാസികളായ ഈ ജനങ്ങൾ അവരും മനുഷ്യരാണെന്നും അവർക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ടെന്നും അവർക്കും സ്വാഭാവികമായ ഒരു ജീവിതം ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ടെന്നും ചിന്തിക്കുന്നേയില്ല. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും ഒക്കെ നശിപ്പിക്കുന്നതിനോടൊപ്പം ഈ മനുഷ്യരെ കൂടി അവർ അതിനോടൊപ്പം ദ്രോഹിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് കടമനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന് അറിഞ്ഞിരിക്കുക. ഇതേ തുടർന്ന് ഈ അധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഉത്തരമാതൃകകളെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.
നിങ്ങൾ ഓർക്കുക എന്ന കവിതാഭാഗത്തിൻ്റെ തുടർച്ചയായി ആ അധ്യായത്തിൽ പി ശിവലിംഗൻ രചിച്ച ഒരു ഇരുളഗോത്ര കവിത നൽകിയിട്ടുണ്ട്. വെളിയെ എന്നാണ് കവിതയുടെ പേര്. നമുക്ക് ആ ഇരുളഗോത്ര കവിതയും അതിൻ്റെ മലയാള പരിഭാഷയും ഒന്ന് കേൾക്കാം. ആദ്യം ഇരുളഗോത്ര ഭാഷയിൽ ആ കവിത എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നൊന്ന് വായിക്കാം. വെടിയാലേ എന്താ വെളിയെ, നാമ് വാളന്തേം വെളിയെ, തായ് പെത്തെടുത്ത വെളിയെ, പിള്ളേ പിറந்தது വെളിയെ, പിള്ള വയസ്സുക്ക് വந்த വെളിയെ, മാസത്തി 3 നാള് വെളിയെ, പിള്ള കെട്ടിന വെളിയെ, പിള്ളക്ക് പിള്ളെ പിറന്താ വെളിയെ, ഷാവിന വെളിയെ, ഷാവുക്ക് ഷീറ് വെളിയെ, നാമ് വാളിന്തേം കാടിതി, വന്ദേ വാസി വന്ദേ കാಡ್ಕೆ, പിന്നേം നാമ് വെളിയെ, ഇനി നാമ് എപ്പ ഉള്ളേ. ഈ കവിതയുടെ മലയാള പരിഭാഷയാണ് ഇനി പറയുന്നത്. കേൾക്കുക. അതിരാവിലെ എണീറ്റ് പുറത്തേക്ക്, ഞങ്ങൾ ജീവിച്ചത് പുറത്ത്, അമ്മ പ്രസവിച്ചെടുത്തു പുറത്തേക്ക്, കുട്ടി ജനിച്ചത് പുറത്തേക്ക്, കുട്ടി പ്രായപൂർത്തിയായാൽ പുറത്തേക്ക്, മാസത്തിൽ 3 ദിവസം പുറത്തേക്ക്, കുട്ടി കല്യാണം കഴിച്ച് പുറത്തേക്ക്, കുട്ടിക്ക് കുട്ടി ജനിച്ചാൽ പുറത്തേക്ക്, മരണമായാൽ പുറത്തേക്ക്, മരണത്തിന് അടിയന്തര ചടങ്ങ് പുറത്ത്, ഞങ്ങൾ ജീവിക്കുന്നത് കാട്ടിൽ, വെളിയിലുള്ളവർ വന്ന് കാട്ടിലേക്ക്, പിന്നെയും ഞങ്ങൾ പുറത്ത്, ഇനി എപ്പോഴാണ് ഞങ്ങൾ ഉള്ളിൽ. ഈ കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കാം. വെടിയാലേ ഏന്താ വെളിയെ. വെടിയാലേ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, ഏന്താ എന്നാൽ എഴുന്നേറ്റാൽ, വെളിയെ പുറത്തേക്ക്, രാവിലെ ഉണർന്നാൽ പ്രാഥമിക കാര്യങ്ങൾക്കായി ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അതായത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാം. നാമ് വാളിന്തേം വെളിയെ, ഞങ്ങൾ ജീവിച്ചതെല്ലാം പുറത്താണ്. അതായത് കാടിനോടും പ്രകൃതിയോടും ഇണങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചത്. തായ് പെത്തെടുത്ത വെളിയെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കൽ പുറത്തേക്കെടുക്കപ്പെട്ടു. പിള്ളൈ പിറந்த വെളിയെ, പിള്ളൈ എന്ന് പറഞ്ഞാൽ കുട്ടി, പിറന്തത് എന്നാൽ ജനിച്ചത്, വെളിയെ കുട്ടി ജനിച്ച് പുറത്തേക്ക് വരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിള്ള വയസ്സുക്ക് വந்த വെളിയെ, കുട്ടി വയസ്സുക്ക് വந்த അതായത് പ്രായപൂർത്തിയായാൽ, ഋതുമതിയായാൽ അവൾ വീടിന് വെളിയിലാണ് ഇരിക്കേണ്ടുന്നത്. അവളെ പച്ചപ്പന്തൽ കെട്ടി അവിടെ ചടങ്ങുകൾക്കായി വീടിന് പുറത്തുള്ള ഒരു പുരയിലേക്ക് മാറ്റാറുണ്ട്. ആ ചടങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വയസ്സറിയിക്കുമ്പോഴും കുട്ടി വീടിന് പുറത്തേക്ക് മാറ്റപ്പെടുന്നു. മാസത്തി 3 നാള് വെളിയെ, ഇനി മാസത്തിൽ അവൾക്ക് ആർത്തവമുണ്ടാകുമ്പോഴെല്ലാം, എപ്പോഴൊക്കെയാണോ അവളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ അവൾ വീടിന് പുറത്താണ് 3 ദിവസം താമസിക്കേണ്ടുന്നത്. പിള്ളയെ കെട്ടിന വെളിയെ, ഇനി അവൾ വളർന്ന് വലിയ യുവതിയായി കഴിയുമ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചും വീടിന് പുറത്തേക്ക് തന്നെയാണ്, മറ്റൊരു വീട്ടിലേക്കാണ് അയക്കുന്നത്. പിള്ളേക്ക് പിള്ളൈ പിറന്താ വെളിയെ, ഇനി കല്യാണം കഴിപ്പിച്ചയച്ച ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും നൂലുകെട്ട് വരെ അവൾ പുറത്തു തന്നെയാണ് താമസിക്കാനുള്ളത്. അതായത് വീടിന് വെളിയിലുള്ള മറ്റൊരു പുരയിലാണ് അവൾ ജീവിക്കാനുള്ളത്. അതിനെ ഈറ്റുപുര എന്നാണ് പറയുക. ശാവന വെളിയെ, ഒരു മരണം വന്നാൽ പുലയായി കണക്കാക്കി അപ്പോഴും അവർ വീടിന് വെളിയിൽ താമസിക്കേണ്ടി വരുന്നു. ഇത് എല്ലാ സമൂഹങ്ങളെയും സംബന്ധിക്കുന്ന കാര്യമല്ല, ഇരുള ഗോത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ ആചാരമനുസരിച്ച് അവർ ഒരു മരണം വന്നു കഴിഞ്ഞാൽ പുലയായി കണക്കാക്കി വീടിനുള്ളിൽ താമസിക്കാതെ വീടിന് പുറത്ത് താമസിക്കേണ്ടി വരുന്നു. ഷാവുക്ക് ഷീറ് വെളിയെ, ഷാവ് എന്ന് പറഞ്ഞാൽ മരണം, മരണത്തിന് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾക്ക് എല്ലാം പുറത്തേക്കാണ് പോകാനുള്ളത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കണം. സഞ്ചയനവും 16 അടിയന്തര ചടങ്ങുകളും ഒക്കെ വീടിന് പുറത്ത് വെച്ചിട്ടാണ് നടത്താറുള്ളത്. അപ്പോൾ അതിനായിട്ടും ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. നാമ് വളന്തേം കാടിതി, ഞങ്ങൾ വളർന്നത് ഈ കാട്ടിലാണ്. വളന്തേം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളർന്നത് ഈ കാട്ടിലാണ്. കാടിതി, ഇതി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ ആണ്. വന്ദേവാസി വന്ദേ കാഡ്കെ, ഈ കാട്ടിലുള്ളവരല്ലാത്തവർ. വന്ദേവാസി എന്നാൽ കാട്ടിലേക്കായി വന്നവർ. അങ്ങനെ വന്നവർ ഈ കാട്ടിനുള്ളിൽ പ്രവേശിച്ചു. പിന്നെയും നാമ് വെളിയെ, അവർ കാടിനുള്ളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കാടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു. അതായത്
കുടിയേറി പാർക്കുന്നവരാണ് എന്ന് ആരോപിച്ച് കാടുകളിൽ നിന്ന് ഇവരെ പുറന്തള്ളാനും അവർ ശ്രമിച്ചു. ഇനി നാം എപ്പ ഉള്ളേ? ഇനി എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്ക് ഉള്ളിലേക്ക്, അതായത് മുഖ്യധാരാ സമൂഹത്തിലേക്ക്, അതായത് എല്ലാവരും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എല്ലാ മനുഷ്യരെയും പോലെ അവരോടൊന്നിച്ച് ഞങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുമോ? അതായത് നഗരവാസികളായ പരിഷ്കൃതരായ മനുഷ്യർക്കുള്ള എല്ലാ അവകാശങ്ങളോടും കൂടി, എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി ഞങ്ങൾക്കും എന്നെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ എന്നെങ്കിലും ഈ സമൂഹത്തിന്റെ ഭാഗമാകുമോ എന്നാണ് കവിതയിലൂടെ പി. ശിവലിംഗൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജനിച്ച നാളു മുതൽ സ്വാഭാവികമായ ഒരു ജീവിതം നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയുടെ നിസ്സഹായതയാണ് പി. ശിവലിംഗൻ ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ കാടിനോട് മല്ലടിച്ച് ജീവിക്കുന്നവരാണ് ഇരുളർ. അവർക്ക് പരിഷ്കൃത ജനതയുടെ ഒരു സൗകര്യങ്ങളുമില്ല. എങ്കിലും അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും അവരുടെ ജീവിത സൗകര്യങ്ങളും മാനിച്ചുകൊണ്ട് തന്നെ അവർ ജീവിച്ചു വരുന്നു. എന്നാൽ നാട്ടിൽ നിന്നും കാടുകയറുന്ന നഗരവാസികളായ ജനങ്ങൾ അവരുടെ ജീവിതത്തെയോ ജീവനെയോ മാനിക്കാതെ അവരെ കാട്ടിൽ നിന്നും കുടിയിറക്കാനും കാട്ടിൽ അവർക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിക്കുന്നു. അപ്പോൾ ഈ ആദിമ നിവാസികൾക്ക് കാടുപോലും ജീവിക്കാൻ അന്യമാകുന്നു എന്നാണ് കവിതയുടെ അർത്ഥം. നന്ദി.